ഹായ് ഓൾ വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഉള്ളത് ഗോകുലം മോട്ടോഴ്സിൻ്റെ പത്തടിപ്പാലത്തുള്ള ഷോറൂമിലാണ്. നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാരിയറിൻ്റെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഹാരിയറിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പം ഈ ഒരു എസ്തെറ്റിക് മാറ്റങ്ങളാണ് മെയിനായിട്ടും വന്നേക്കുന്നത്. അപ്പോൾ അതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ചെയ്ത് പറയാമെന്ന് വെക്കുന്നത്. ഇതിപ്പോൾ ഹാരിയറിന് മാത്രമല്ല സഫാരിയിലും വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്കിവിടെ ഹാരിയറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹാരിയറിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ മെയിനായിട്ടുള്ള പ്രധാന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമുക്കൊരു മാറ്റ് ഫിനിഷിലാണ് വെഹിക്കിൾ വന്നേക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോഴുള്ള ഒരു പുറമേ നോക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയാനുള്ളത്. പിന്നെ ഈ ഗ്രില്ലിൻ്റെ ഭാഗത്തൊക്കെയാണ് ഒരു ഗ്ലോസി ഫിനിഷ് വന്നേക്കുന്നത്. ബ്ലാക്ക് ആ ഒരു ഗ്ലോസി ഫിനിഷ് വന്നേക്കുന്നത്. അത് ആ ഒരു മാറ്റ് ഫിനിഷിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഗ്ലോസി ഫിനിഷ് വന്നേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അതൊരു ഇൻകോർപ്പറേറ്റ് ആയി നല്ല രീതിയിൽ പോകുന്നുണ്ട്. സെൻറ്ററിൽ നമുക്ക് ആ ഒരു ബാഡ്ജിങ് ഒക്കെ അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 360 ഡിഗ്രി ക്യാമറ കാണാം. താഴെ അഡാസിൻ്റെ ആ ഒരു സെൻസർ യൂണിറ്റ്, ആ ഭാഗങ്ങളിലെല്ലാം നമുക്കൊരു ചെറിയ ഒരു ഗ്ലോസി ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കിഡ് പ്ലേറ്റ് ആണെങ്കിലും ആ ഒരു ഗ്ലോസി ഫിനിഷിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റം വന്നിരിക്കുന്നത് പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങളാണ്. ഈ ഒരു കളറിലുള്ള ഒരു ഡിഫറൻസ്, അലോയുടെ ആ ഒരു കളറിൽ ചെറിയൊരു ആ ഒരു സ്റ്റെൽത്ത് ഫിനിഷ് ഇവിടെയൊക്കെ കൊടുത്തേക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അത് വീഡിയോയിൽ എത്ര തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്കത് മനസ്സിലാക്കാം. നേരിട്ടാണ് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകുന്നത്. ചെറിയ ഈ ഒരു മാറ്റ് ഫിനിഷിൻ്റെ ഒരു ഫിനിഷ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസിയിൽ തന്നെയാണ് ഫിനിഷ് കൊടുത്തത്, പക്ഷേ എങ്കിലും ഒരു കളറിനൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഈ ഒരു ഫെൻഡറിൻ്റെ ഇവിടെ സ്റ്റെൽത്ത് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ബാക്കിയെല്ലാം ആ ഒരു മാറ്റ് ഫിനിഷാണ് ഫുൾ വന്നേക്കുന്നത്. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ ഹാരിയറിൽ കാണുന്ന പോലെ തന്നെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് ഈ സ്റ്റെൽത്ത് എഡിഷൻ ഫുൾ ഓപ്ഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ വേരിയൻറ്റിലൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക്, അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷൻ വരുന്നത്. ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല കിഡിലൻ ലുക്കായിട്ടുണ്ട്. ആ ഒരു മാറ്റ് ഫിനിഷ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെയിൻറ്റ് ഫിനിഷ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. പക്ക ഒരു ഫിനിഷ് തന്നെയാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. നമുക്കത് ഡീറ്റെയിൽ കണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഒരു നല്ല ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ഫിനിഷ് ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പിന്നെയും പറയുന്നത്. ഈ ഒരു മാറ്റ് ഫിനിഷിൽ ഈ ഒരു ടെയിൽ ലാമ്പ് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയുണ്ട്. ഭയങ്കര ഒരു സ്പോർട്ടി അഗ്രസീവ് ലുക്ക് തന്നെ ബാക്കിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് നമ്മുടെ ഡാർക്ക് എഡിഷനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ഫീല് കിട്ടുന്നുണ്ട് ഈ ഒരു മാറ്റ് ഫിനിഷ് വന്നപ്പോഴത്തേക്കിനും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾക്ക് ഡിസൈനിൽ അങ്ങനെ വേറെ മാറ്റങ്ങളൊന്നും പറയാനില്ല. ഇത് മാറ്റ് ബ്ലാക്ക് ആക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ എക്സ്റ്റീരിയറിലെ വിശേഷം. ആ ഒരു ഷാർക്ക് ഫിൻ ആൻഡിന് വന്നേക്കുന്നത് ഗ്ലോസി ഫിനിഷിലാണ്. അതായത് അങ്ങനെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അത് വേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് ആ ഒരു തോന്നുന്നിടത്ത് അങ്ങനെയൊക്കെയുള്ള ഭാഗത്തൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. വേണ്ടി ഈ ഹാരിയർ എന്നുള്ള ഒരു ബാഡ്ജിങ് നോക്കിയാലും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അവിടെയൊക്കെ അതൊക്കെ ഒരു ഫുള്ള് മാറ്റാക്കാതെ അവിടെയൊക്കെ വേണ്ട ഭാഗങ്ങളിൽ കുറച്ചുകൂടെ ഒരു ബ്യൂട്ടി കിട്ടുന്ന രീതിയിലൊക്കെ അതാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ സ്കിഡ് പ്ലേറ്റിൻ്റെ എലമെൻറ്റ് നോക്കിയാലും കാണാം, അതും നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ സൈഡിൽ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗം അതും ഏതാണ്ട് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഒരു മാറ്റിൻ്റെ കൂടെ ചേരുന്ന രീതിയിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷും ഈ ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ. നമുക്ക് ഇനിയിപ്പം ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ആഡ് ഓൺ ആയിട്ട് വന്നേക്കുന്നത്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്താണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വ്യത്യാസങ്ങൾ നമുക്ക് ഫുൾ ബ്ലാക്ക് തന്നെയാണ് എല്ലാ. പിന്നെ പ്രധാനമായ വ്യത്യാസം വന്നേക്കുന്നത് ഈ സീറ്റിൽ ചെറിയ ഫിനിഷിങ്ങിലും സ്റ്റിച്ചിങ്ങിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. കാർബൺ നോയർ തീംഡ് സീറ്റ്സ് എന്നാണ് ഇതിന് കമ്പനി പറയുന്നത്. ചെറിയ അതായത് ഈ ബോൾസ്റ്റേഴ്സിൻ്റെ അകത്തൊക്കെ ഈ ഒരു സൈഡിലുള്ള ബോൾസ്റ്റേഴ്സിലൊക്കെ ചെറിയ ഡിസൈനിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇവിടുത്തെയൊക്കെ ഒരു ഫിനിഷിലൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനാണ് ആ ഒരു പേരിൽ അവരത് കമ്പനി വിളിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റിൽ ആഡ് ഓൺ ആയിട്ട് അലക്സ വന്നിട്ടുണ്ട്. പിന്നെ ആർക്കേഡിനകത്ത് നമുക്ക്
ഇതിപ്പം ലോഗിൻ ചെയ്തിട്ടില്ല. ഇതിനകത്ത് നമുക്കത് അഡീഷണൽ ആയിട്ട് വന്നേക്കുന്ന ജിയോ, ഹോട്ട്സ്റ്റാർ, പ്രൈം, യൂട്യൂബ് ഒക്കെ നമുക്ക് ഇതിനകത്തൂടെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ആഡ് ഓൺസ് നമ്മുടെ ഈ ഒരു സ്റ്റെൽത്ത് ബ്ലാക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാം സെയിം, നമ്മൾ ഇവിടെ ആംബിയൻ ലൈറ്റ്സ് ഒക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഹാരിയറിലെല്ലാം കാണുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു ഫിജിറ്റൽ രീതിയിലാണ് AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ സ്റ്റിയറിങ് നോക്കിയാലും ഒരു നമ്മൾ ഇപ്പോഴത്തെ ഹാരിയറിൽ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് ഡിജിറ്റൽ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പം ഇത്രയാണ് ഈ ഫ്രണ്ടിലെ മാറ്റങ്ങൾ. ഇനിയിപ്പം ബാക്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ ബാക്കിലും ആസ് യൂഷ്വൽ ആ ഒരു കാർബൺ വയർ തീംഡ് ലെതർ സീറ്റ്സ് തന്നെയാണ്. ആ ഒരു തീമിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ മൊത്തത്തിൽ കമ്പനി ഈ ഒരു ഇൻറ്റീരിയറിനെ ആ ഒരു കാർബൺ വയർ തീംഡ് എന്നാണ് മൊത്തത്തിൽ ഈ ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷൻ വന്നപ്പം കമ്പനി ഇതിനെ വിളിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ആസ് യൂഷ്വൽ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല, അത്രയാണ്. പിന്നെ നമുക്ക് ഒരു സൈഡിലൊക്കെ നമുക്ക് ആ ഒരു സൺ ബ്ലൈൻഡ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. യെസ്, അപ്പം ഇത്രയാണ് ഈ ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക് എഡിഷൻ്റെ പ്രത്യേകതകൾ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗോകുലം മോട്ടോഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.